തൃശ്ശൂരിലും എൻ.ഡി.എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പ്രചാരണം കൊഴുപ്പിക്കുന്നുണ്ട്. ഓശാന പെരുന്നാളിനോടനുബന്ധിച്ച് ലത്തീൻ പള്ളി അദ്ദേഹം സന്ദർശിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ക്രൈസ്തവ വിശ്വാസികൾക്ക്, ക്രൈസ്തവ സഹോദരന്മാർക്ക് ഓശാന പെരുന്നാൾ ആശംസകൾ നേരാൻ കൂടിയാണ് തൃശ്ശൂരിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നേരിട്ട് എത്തിയതും. മനോജ് ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. മനോജ്, വിവരങ്ങൾ. ഇന്ന് ഓശാന പെരുന്നാളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ക്രൈസ്തവ വിശ്വാസികളും ഇവിടെ രാവിലെ തന്നെ എത്തുന്നു കുർബാനയ്ക്കായി. നടക്കുന്നത് ഈ കുരുത്തോല പ്രദക്ഷിണമാണ്. ഈ പള്ളിയുടെ ചുറ്റും ഈ കൈകളിലുള്ള കുരുത്തോലയുമായി വിശ്വാസികളും അതുപോലെ തന്നെ പുരോഹിതന്മാരും ഒക്കെ ഈ പ്രദക്ഷിണം നടത്തുകയാണ്. അതിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ വിശ്വാസികൾക്ക് ഓശാന പെരുന്നാൾ ആശംസിക്കുവാൻ കൂടിയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും വളരെ വലിയൊരു വിശ്വാസി സമൂഹം തന്നെയാണ് അദ്ദേഹത്തോടൊപ്പം ഇപ്പോൾ ഈ ഒരു കുരുത്തോല പെരുന്നാളിൽ, ഈ ഒരു ഓശാന പെരുന്നാളിൽ ഇപ്പോൾ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ചടങ്ങുകളൊക്കെ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. രാവിലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതുപോലെ എല്ലാ വിശ്വാസികളും കൈകളിൽ കുരുത്തോല എന്തിക്കൊണ്ട് ഈ ഓശാന പെരുന്നാളിനെ കുർബാനയ്ക്കൊക്കെ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. 7:30ക്കാണ് ഇത്തരത്തിൽ ഈ ഒരു കുരുത്തോല പ്രദക്ഷിണം ആരംഭിച്ചത്. ഇനി തുടർന്ന് ഈ പ്രദക്ഷിണം കഴിഞ്ഞാണ് പള്ളിക്കുള്ളിൽ കുർബാന നടക്കുക. ആ കുർബാന അരമണിക്കൂറോളം നീണ്ടു നിൽക്കും. അതിനുശേഷമാണ് ഇവിടെ നിന്നും വിശ്വാസികളൊക്കെ മടങ്ങിപ്പോകും. എന്തായാലും ഇന്ന് സുരേഷ് ഗോപിയുടെ പ്രചാരണം ആരംഭിക്കുന്നത് ഈ ലത്തീൻ പള്ളിയിൽ നിന്നാണ്. ഇവിടെ നിന്നും വിശ്വാസികളെ എല്ലാവരെയും കണ്ടു, അതുപോലെ തന്നെ ഈ പുരോഹിതന്മാരെയും കണ്ട് ഈ ഓശാന പെരുന്നാളൊക്കെ ആശംസിച്ച ശേഷമാകും അദ്ദേഹം ഈ പ്രചാരണത്തിനായി പോകുക. എന്തായാലും തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഓരോ സ്ഥാനാർത്ഥികളും പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വലിയ മുന്നേറ്റം തന്നെയാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് എല്ലാ വിഭാഗത്തിനിടയിലും അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. അദ്ദേഹം എവിടേക്ക് പോകുമ്പോഴും അവിടെയൊക്കെ നമുക്ക് വലിയൊരു ജനപങ്കാളിത്തം കാണുവാൻ വേണ്ടി സാധിക്കും. ഇന്നും രാവിലെ എത്തിയ സുരേഷ് ഗോപിക്ക് വലിയൊരു സ്വീകരണം തന്നെയാണ് ലത്തീൻ പള്ളിയിലും ലഭിച്ചത്. എന്തായാലും ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു കുരുത്തോല പ്രദക്ഷിണത്തിലാണ് അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം ഈ ജില്ലയിലെ BJP നേതാക്കളും അതോടൊപ്പം തന്നെ വിശ്വാസികളും അദ്ദേഹത്തോടൊപ്പമുണ്ട്. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ വിഭാഗത്തിനിടയിലും സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന ഈ ഒരു സ്വീകാര്യത അത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം എവിടേക്ക് സുരേഷ് ഗോപി എത്തുമ്പോഴും അവിടെയെല്ലാം ജാതിഭേദ മതവർഗഭേദമന്യേ നിരവധി പേർ അദ്ദേഹത്തെ കാണുവാനും അദ്ദേഹത്തോട് സംസാരിക്കാനും എത്തിച്ചേരുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിലെ വിവിധ ഇടങ്ങൾ, അതായത് ശക്തൻ മാർക്കറ്റുകളിൽ ഉൾപ്പെടെ അദ്ദേഹം എത്തിയ സമയത്തും അവിടെയുള്ള തൊഴിലാളികളും അദ്ദേഹത്തോടൊപ്പം ഈ ഒരു പ്രചാരണത്തിനായി പങ്കെടുത്തു. അദ്ദേഹം വാക്ക് പാലിക്കുന്ന ആളാണെന്ന് തന്നെയാണ് അവിടെയുള്ള തൊഴിലാളികളും
വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ഒരു വികസനം കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു ജനപ്രതിനിധിയാണ് ഇവിടെ ആവശ്യം. അതുതന്നെ തന്നെയാണ് ജനങ്ങളൊക്കെ തന്നെ സുരേഷ് ഗോപി എന്ന ഒരു വ്യക്തിയെ ഇവിടെ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള BJPയുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ സ്ഥാനാർത്ഥിയുടെ പ്രചരണവും മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഉച്ചാന പെരുന്നാളിനായി അദ്ദേഹം ആദ്യം രാവിലെ തന്നെ ഇവിടേക്ക് തന്നെ ഈ അധികാരികളും എല്ലാവരും അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട പുരോഹിതന്മാരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഇവിടെ രാവിലെ അദ്ദേഹം എത്തിയപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ഒരു സ്വീകരണം, വലിയ തരത്തിലുള്ള സ്വീകരണം. ഓശാന പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ വളരെയധികം വിശ്വാസികൾ ഇന്ന് ഈ ലത്തീൻ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഈ ഓശാന പെരുന്നാളിന്റെ ഭാഗമായി, അതായത് വിവിധ വർണ്ണങ്ങളോടുകൂടിയാണ് ഈ ഒരു കുരുത്തോല ഇപ്പോൾ പ്രദക്ഷിണം നടക്കുന്നത്. ഈ അവർ കൈകളിൽ ഈ കുരുത്തോലൊക്കെ ഏന്തിക്കൊണ്ട് ഇപ്പോൾ ലത്തീൻ പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ചുകൊണ്ട് ഇത് കഴിഞ്ഞ ശേഷം കുർബാന ആരംഭിക്കും. എന്തായാലും ഈ ഒരു ചടങ്ങിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു സ്വീകാര്യത നമ്മളെല്ലാം കണ്ടതാണ്. ഇനിയും ഇത്തരത്തിൽ തന്നെയാണ് ഓരോ സ്ഥലത്തും അദ്ദേഹം പ്രചാരണം നടത്തുമ്പോഴും അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷം അദ്ദേഹം തൃശ്ശൂരിലെ വിവിധ ഇടങ്ങളിലായി ഇന്നും പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകും. ആദ്യഘട്ട പ്രചാരണത്തിന് ശേഷം രണ്ടാം ഘട്ട പ്രചാരണമാണ് ഏകദേശം ആരംഭിച്ചിട്ടുള്ളത്. എല്ലാ മണ്ഡലത്തിലും അദ്ദേഹം എത്തിയിരുന്നു. അവിടെയുള്ള സാധാരണക്കാരെ കണ്ടു. അതോടൊപ്പം തന്നെ അവരുമായി തന്റെ വികസന കാഴ്ചപ്പാടുകൾ അദ്ദേഹം പങ്കുവച്ചു. അതോടൊപ്പം അവരുടെയൊക്കെ വികസന കാഴ്ചപ്പാടുകൾ എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. എന്താണ് തൃശ്ശൂരിന് വേണ്ടത് എന്നതിനെ കുറിച്ചൊരു മാർഗരേഖ, അതായത് ഒരു വികസനത്തിന്റെ മാർഗരേഖ തയ്യാറാക്കാൻ ഇന്ന് അതിനായി ഒരു പ്രത്യേക സെമിനാറും സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അതിൽ മെട്രോമാൻ ഈ ശ്രീധരൻ അടക്കം ഇന്ന് പങ്കെടുക്കും. ആ ഒരു പരിപാടി 10 മണിക്കാണ് നടക്കുക. അതിന് മുന്നോടിയായാണ് ഇത്തരത്തിൽ അദ്ദേഹം ഈ ലത്തീൻ പള്ളിയിലേക്ക് എത്തി വിശ്വാസികളെയും പുരോഹിതന്മാരെയും കാണുന്നത്. എന്തായാലും ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അദ്ദേഹം ഈ വിശ്വാസികളോടൊപ്പം ഈ കുരുത്തോല പ്രദക്ഷിണത്തിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നടക്കുന്ന ഈ ഒരു കുർബാനയ്ക്കിടയിലും അദ്ദേഹം വിശ്വാസികളെ കാണും. എന്തായാലും ഈ അദ്ദേഹം രാവിലെ ലത്തീൻ പള്ളിയിലേക്ക് എത്തിയപ്പോൾ തന്നെ ഇവിടെ എല്ലാ ജനങ്ങളും അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി കാത്തിരുന്നു. കാരണം ഇത്രയും ഒരു വികസനം മുന്നോട്ട് വെക്കുന്ന, എല്ലാ വിഭാഗത്തെയും ഒരുപോലെ കാണുന്ന ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഈ മാനവികതയ്ക്ക് ആ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹം എവിടെ എത്തുമ്പോഴും അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു ജനസ്വീകാര്യത, അതൊക്കെ തന്നെയാണ് ഈ തൃശ്ശൂരിന്റെ മണ്ണില് സുരേഷ് ഗോപി വേണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഈ ക്രൈസ്തവ വിഭാഗത്തിലെ വിശ്വാസികളും പങ്കുവയ്ക്കുന്ന പുരോഹിതന്മാരൊക്കെ തന്നെ അത് തന്നെയാണ് നേരത്തെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം BJP എന്നത് ഒരു വിഭാഗത്തിന്റെ മാത്രം പാർട്ടിയായല്ല, അത്തരത്തിൽ ചിത്രീകരിക്കുന്നവർക്കൊക്കെ കൃത്യമായ മറുപടി കൊടുത്തിട്ടുള്ള നാട് കൂടിയാണ് തൃശ്ശൂർ. ആ തൃശ്ശൂരിലെ വിശ്വാസികളാണ് ഇന്ന് ഈ സുരേഷ് ഗോപിയുടെ ഇപ്പോൾ ഈ ഒരു ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ ഈ കുരുത്തോല പ്രദക്ഷിണം മുന്നോട്ട് പോകുമ്പോൾ മാർഗം കളിയുടെ വേഷമണിഞ്ഞുകൊണ്ടിട്ടുള്ള ആ വിശ്വാസികളൊക്കെ തന്നെ വളരെയധികം സന്തോഷപൂർവ്വം ഈ ഒരു ചടങ്ങുകളിൽ ഇപ്പോൾ പങ്കെടുക്കുകയാണ്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഈ കുർബാന ആരംഭിക്കും. എന്തായാലും സുരേഷ് ഗോപി വിശ്വാസികളോടൊപ്പം തന്നെയുണ്ട്. അദ്ദേഹം എല്ലാ തരത്തിലുള്ള വിശ്വാസങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് എവിടേക്കാണോ താൻ പോകുന്നത് അവിടെയുള്ള വിശ്വാസങ്ങളെ മാനിക്കാനും അവിടെയുള്ള വിശ്വാസികളെ സംരക്ഷിക്കാനും അവർക്ക് എന്താണ് വേണ്ടതെന്ന് അറിയുവാനും അദ്ദേഹം തയ്യാറാവുന്നുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഓരോ സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തൃശ്ശൂരിലെ ഈ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രചാരണം അത് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം ഒരുപടി മുന്നിൽ തന്നെയാണെന്ന് വേണം പറയാൻ. കാരണം മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഇന്ന് ഓരോ സ്ഥലങ്ങളിലായി പോകുന്നുണ്ട്. പക്ഷേ എങ്കിലും സുരേഷ് ഗോപി ഓരോ പ്രചാരണ വേളയിലും അദ്ദേഹം ചേർത്ത് പിടിക്കുന്നത് അവിടെയുള്ള വിശ്വാസങ്ങളെയും അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയുമാണ്. കാരണം ഹൈന്ദവരോ ക്രൈസ്തവരോ മുസ്ലിങ്ങളോ എന്നല്ലാതെ മനുഷ്യരായി കാണുവാൻ, അവരെയൊക്കെ തന്നെ എന്താണ് അവരുടെ ആവശ്യങ്ങൾ എന്ന് അറിഞ്ഞ് അതിനൊരു പരിഹാരം കാണുവാനുള്ള പ്രവർത്തനമാണ് സുരേഷ് ഗോപി എന്നും തൃശ്ശൂരിൽ നടത്തിയിട്ടുള്ളത്. കാരണം മുൻപ് അദ്ദേഹം 2 തിരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടിട്ടും അദ്ദേഹം ഈ തൃശ്ശൂരിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും തന്നെ ജാതിഭേദം അല്ലെങ്കിൽ മതത്തിന്റെ പേരിലോ അങ്ങനെ ആരെയും മാറ്റി നിർത്തിയതായിട്ട് തന്നെ ഒരു സംഭവമില്ല. അത്തരത്തിൽ ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം
എന്നത് ആണ് സുരേഷ് ഗോപി ഈ തൃശ്ശൂർ പാർക്കിൽ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് തൃശ്ശൂരിലെ ജനങ്ങളും ഇന്ന് പങ്കുവയ്ക്കുന്നത്. കാരണം കൃത്യമായും സുരേഷ് ഗോപിയെ പോലുള്ള ഒരു വ്യക്തി അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ എന്താണ് തൃശ്ശൂരിന് എന്തൊക്കെ മാറ്റങ്ങൾ തൃശ്ശൂരിന് ഉണ്ടാകുമെന്നതിനെ കുറിച്ച് കൃത്യമായുള്ള ധാരണ ഇവിടെയുള്ള ജനങ്ങൾക്കുണ്ട്, വിശ്വാസികൾക്കുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളോട് പല വ്യക്തികളും പങ്കുവച്ചിട്ടുള്ള കാര്യം തന്നെയാണ് എന്തുകൊണ്ട് സുരേഷ് ഗോപി ജയിക്കണമെന്നതിനെ കുറിച്ച്. കാരണം കഴിഞ്ഞ ഇവിടെ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന MP ഒക്കെ തന്നെ വലിയ രീതിയിൽ വോട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് വിജയിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവരെയൊന്നും കണ്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇവിടെയുള്ള ജനങ്ങളൊക്കെ പറഞ്ഞത്. എന്നാൽ സുരേഷ് ഗോപി പരാജയപ്പെട്ടിട്ടും തൃശ്ശൂരിലെ ജനങ്ങൾക്കിടയിലുണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായും സുരേഷ് ഗോപിക്ക് ഇത്രയധികം പിന്തുണ ലഭിക്കുവാനുള്ള മറ്റൊരു കാരണം. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഈ ലത്തീൻ പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ കുരുത്തോല പ്രദക്ഷിണം കഴിഞ്ഞുകൊണ്ട് ലത്തീൻ പള്ളിക്കുള്ളിലേക്ക് എല്ലാ വിശ്വാസികളും പ്രവേശിക്കുന്നുണ്ട്. അവരോടൊപ്പം തന്നെ സുരേഷ് ഗോപിയും ഈ പള്ളിക്കുള്ളിലേക്ക് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെയാണ് കുർബാന ആരംഭിക്കുക. എന്തായാലും ഈ ചടങ്ങുകൾ പുരോഗമിക്കുമ്പോൾ എല്ലാ വിശ്വാസികളും അതോടൊപ്പം തന്നെ ഈ പള്ളിയിലെ മറ്റ് പുരോഹിതന്മാരും ഒക്കെ തന്നെ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. ഈ ഒരു കുരുത്തോല പ്രദക്ഷിണം വലിയ ഒരു ആഘോഷമായി തന്നെ, അതായത് നിരവധി വിശ്വാസികൾ പള്ളിയിലേക്ക് മറ്റൊരു പ്രത്യേകത സുരേഷ് ഗോപി കൂടെ ഇവിടെ എത്തുന്നതോടെ എന്തായാലും ഈ ഒരു ഓശാന പെരുന്നാൾ അദ്ദേഹം വിശ്വാസികളോട് ആ പെരുന്നാൾ ആശംസകൾ തന്നെ വലിയ സന്തോഷത്തിലാണ് വിശ്വാസികളും. എന്തായാലും ഈ ഒരു ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുരുത്തോലകളുമായി നഗരവീഥി പ്രദക്ഷിണത്തിന് ശേഷം ക്രൈസ്തവ വിശ്വാസികൾ തൃശ്ശൂർ ലത്തീൻ പള്ളിക്കുള്ളിൽ കയറിയിരിക്കുകയാണ്. സുരേഷ് ഗോപി പ്രചാരണം ആരംഭിച്ചതും ഇന്നത്തെ ദിനം ആരംഭിച്ചതും ഈ കുരുത്തോല പ്രദക്ഷിണത്തിൽ വിശ്വാസികൾക്ക് ഒപ്പം ചേർന്നിട്ടാണ്.